1.5 ലക്ഷം രൂപ അല്ലേ? അതെ, 1.5 ലക്ഷം രൂപയ്ക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കൊണ്ടുപോകാം. ചെയ്യുന്നത് 7,25,000 നമുക്ക് സംസാരിക്കാം. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ആകെ വണ്ടി റൺ ചെയ്തിട്ടുള്ളത് 4,600 അടുത്തായിട്ടേ വണ്ടി റൺ ചെയ്തിട്ടുള്ളൂ. ഏകദേശം 38,000 അടുത്ത വണ്ടി റൺ ചെയ്തിട്ട് 5,25,000 നമ്മുടെ ചോദ്യം വരുന്നത്. ഭയങ്കര സ്മൂത്ത് ആട്ടോ. എഞ്ചിൻ വൈസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള വണ്ടിയാണ്. കസ്റ്റമർ വന്ന് വണ്ടി ഓടിച്ച് നോക്കിയിട്ട് അവർ പറഞ്ഞോട്ടെ. ഡിയർ ഫ്രണ്ട്സ്, നമ്മളിന്ന് വീണ്ടും ഒരു പുതിയൊരു ഷോറൂമായിട്ടാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സെക്കൻഡ് ഹാൻഡ് കാറുകളൊക്കെ നമുക്ക് 2 വർഷം വരെ വാറണ്ടി, 1 ഇയർ ഓൾ ഇന്ത്യ റോഡ് ടെസ്റ്റിന്റെ കാര്യങ്ങളെല്ലാം നമുക്ക് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നല്ല മോഡൽ കൂടിയതും ചെറിയ കിലോമീറ്റർ ഓടിയതും, അത് നമുക്കൊരു പുതിയ കാർ എടുക്കുന്ന ഒരു ടെൻഷൻ കൂടാതെ എനിക്കൊരു കാറ് വേണം, നേരെ നമുക്ക് ഇങ്ങോട്ട് പോരും. നമ്മളെത്തിയിട്ട് കാലിക്കറ്റ് ഫാറൂഖിലുള്ള പുതിയൊരു മഹീന്ദ്ര ഫസ്റ്റ് ചോയ്സ് കാർ ആൻഡ് ബൈക്കിലാണ്. സോ നമ്മൾ കൂടെ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ള ശരത്താണ്. മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ശരത്തിനോട് ചോദിച്ചറിയാം. ഞാൻ ആദ്യമായിട്ടാണ് അവിടെ വരുന്നത്. മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ യൂസ്ഡ് കാറാണ്. നമുക്ക് ഇവിടെ വാറണ്ടി കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യും. തീർച്ചയായിട്ടും. പിന്നെ നമുക്ക് എങ്ങനെയായിരുന്നു, നമുക്ക് ഓണത്തിന്റെ സ്പെഷ്യൽ ഓഫേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അല്ലേ? നമുക്ക് അത്യാവശ്യം ഓഫേഴ്സ് കാര്യങ്ങൾ വരുന്നുണ്ട് ഈ ഓണത്തിന്. നമ്മുടെ എന്താ വെച്ചാൽ യൂസ്ഡ് കാറാണ്, പക്ഷേ വിത്ത് നമ്മൾ 2 വർഷത്തേക്കുള്ള വാറണ്ടി കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ വണ്ടികൾ കൊടുക്കുന്നത്. കൂടാണ്ട് 1 ഇയർ റോഡ് സൈഡ് അസിസ്റ്റൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ കൂട്ടത്തിൽ നമ്മൾ ഓണത്തിന് ഓഫർ കൊടുത്തിട്ടുള്ളത് ഒരു സ്പിൻ ആൻഡ് വിൻ ആണ് കൊടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇതിൽ കാണുന്നുണ്ട് അല്ലേ? മെയിനായിട്ട് നമുക്ക് സ്മാർട്ട് ഫോണുകൾ, ഒരു ഇലക്ട്രിക് ബൈക്ക് വരുന്നുണ്ട്, സ്മാർട്ട് വാച്ച്, ബ്ലൂടൂത്ത് സ്പീക്കർ, ഡിസ്കൗണ്ട് വൗച്ചേഴ്സ്, ട്രോളി ബാഗ്, അങ്ങനെ നിരവധി സമ്മാനം അഷ്യൂർഡാണ്. ഈ ഒരു ഗിഫ്റ്റ് എന്തായാലും കിട്ടും എന്നുള്ളത് ഏത് കസ്റ്റമറിനും നമ്മൾ പറയുന്ന, അതായത് നമ്മളൊരു 15th സെപ്റ്റംബർ വരെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതിനുള്ളിൽ ഡെലിവറി പോകുന്ന എല്ലാ വണ്ടികൾക്കും അവർക്കൊരു ഗിഫ്റ്റ് എന്തായാലും അഷ്യൂർഡ് ആണ്. നമുക്ക് ഇതിന്റെ ഒരു കറക്റ്റ് ലൊക്കേഷൻ ഇവിടെ എങ്ങനെ വരുന്നത്? നമ്മൾ ക്ലിയർ ആയിട്ട് വരുന്നത് രാംനാട്ടുകര കഴിഞ്ഞ് ഫറോക്ക് ചുങ്കം എന്ന് പറയും. അവിടെയാണ് നമ്മുടെ ഷോറൂം. മഹീന്ദ്രയുടെ ഷോറൂമിന് തൊട്ടടുത്തായിട്ട് തന്നെയാണ് മഹീന്ദ്രയുടെ കാർ ആൻഡ് ബൈക്ക് ഷോറൂം വരുന്നത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല കളക്ഷൻസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇത് പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേ. അപ്പോൾ നമുക്ക് ഇറാം മോട്ടോഴ്സ്, അതായത് മഹേന്ദ്രന്റെ ഷോറൂമിന് തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ കാർ ആൻഡ് ബൈക്ക് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം നമുക്ക് നല്ല ഫാമിലി കാറുകൾ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു 7 സീറ്റർ ആവാം അല്ലേ? തീർച്ചയായിട്ടും. മഹീന്ദ്ര SUV 500 വൈറ്റ്, അത് നമുക്ക് നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എങ്ങനെയായിരുന്നു ശരത്തിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ? ഇത് XUV 500 W6 വേരിയന്റ് വരുന്ന വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ 1,45,000 കിലോമീറ്റർ വണ്ടി റൺ ചെയ്തിട്ടുണ്ട്. മേജർ ആയിട്ടുള്ള റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും നമ്മൾ അഡീഷണലി ഒന്നും കണ്ടിട്ടില്ല. ആൾ അഡീഷണലി അലോയ് വീൽ കാര്യങ്ങളൊക്കെ ആൾ ചെയ്തിട്ടുണ്ട്. ബാക്കി നിങ്ങൾക്ക് ഹിസ്റ്ററിയോ ബാക്കി കാര്യങ്ങളോ എന്ത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. ബുദ്ധിമുട്ടുകളില്ല. നിങ്ങൾക്ക് ചോദിച്ചു നോക്കാം. അതായത് കസ്റ്റമർക്ക് ഡയറക്റ്റ് പോയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ എടുക്കാം. അതല്ല നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ നോക്കിയിട്ട് പറഞ്ഞു കൊടുക്കാം. പിന്നെ ഇന്റീരിയർ ഒക്കെ പക്ക നീറ്റ് ആണ്. 7 സീറ്റർ ആണ്. നല്ല കംഫർട്ട്, നല്ല സൗകര്യങ്ങൾ കാര്യങ്ങൾ. തീർച്ചയായിട്ടും. ഇത് ഡീസലാണ് വരുന്നത്. പിന്നെ അത്യാവശ്യം ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം ഇൻബിൽട്ട് ആയിട്ട് തന്നെ വരുന്നത്. ലോങ് ഡ്രൈവിനൊക്കെ പറ്റുന്ന വണ്ടിയാണ് 7 സീറ്റർ ബേസിൽ. ഓക്കെ. അപ്പൊ അത്യാവശ്യം നല്ല മൈലേജും ഡീസലാണ്, നല്ല പെർഫോമൻസും, നല്ലൊരു വലിയൊരു ഫാമിലിക്ക് പറ്റുന്ന ഒരു അടിപൊളി വാഹനം. അതെ, 7 സീറ്റർ ബേസിൽ നമ്മൾ ആസ്ക് ചെയ്യുന്നത് 7,25,000 നമുക്ക് സംസാരിക്കാം. കസ്റ്റമർ ഡയറക്റ്റ് വരുവാണെങ്കിൽ. ലോൺ നമുക്ക് ഏകദേശം എത്ര വരെ ചെയ്യാൻ പറ്റും? ലോണ് 2016 മോഡലാണ്. നമുക്ക് ലോൺ ചെയ്യുന്നതിന് ബുദ്ധിമുട്ട് 80% എന്തായാലും നമുക്ക് കിട്ടും. ബാക്കി ഡിപ്പെൻഡ് ഓൺ കസ്റ്റമറുടെ ട്രാക്ക് കാര്യങ്ങൾ അനുസരിച്ച് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതെ 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 അതെ. അപ്പൊ നമുക്ക് ഇഷ്ടംപോലെ 7 സീറ്റേഴ്സ് ഉണ്ട്. ഇനി ഇതവണ നമുക്കൊരു മാഗ്നറ്റ്, ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? മാഗ്നൈറ്റ് 2023 മോഡലാണ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ആകെ വണ്ടി റൺ ചെയ്തിട്ടുള്ളത് 4,600 അടുത്തായിട്ടേ വണ്ടി റൺ ചെയ്തിട്ടുള്ളൂ. പക്കാ ഷോറൂം കണ്ടീഷൻ തന്നെ. അതെ. ബേസ് വേരിയന്റ് XC ആണ് വരുന്നത്. പക്ഷെ അഡീഷണലി അവർ ചെയ്തിട്ടുണ്ട്, ഇൻഫോർടൈൻമെന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ റെയർ വൈപ്പേഴ്സ് വരുന്നുണ്ട്, 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. ഓൾമോസ്റ്റ് എല്ലാം ഫീച്ചർ ലോഡ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ അവർ അഡീഷണലി സീറ്റ് കവേഴ്സ്, അതുപോലെ തന്നെ സ്റ്റിയറിംഗ് വീൽ കവേഴ്സ് കാര്യങ്ങളെല്ലാം അവർ അഡീഷണലി ചെയ്തിട്ടുണ്ട്. വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് കേട്ടോ. മേജർ ആയിട്ടുള്ള ആക്സിഡൻസോ കാര്യങ്ങളോ റീപ്ലേസ്മെന്റ് കാര്യങ്ങളോ ഒന്നും വണ്ടിയിലില്ല. ആകെ 4,500 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കിലോമീറ്റർ മാത്രം ഓടിയ ഒരു അടിപൊളി വാഹനം. അതെ. എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നത്? നമ്മൾ ആസ്ക് ചെയ്യുന്നത് മാഗ്നൈറ്റിന് ബേസ് വേരിയന്റ് XC വരുന്നതാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി തന്നെയാണ് കേട്ടോ. നമ്മൾ ആസ്ക് ചെയ്യുന്നത് 5,25,000 നമ്മുടെ ചോദ്യം വരുന്നത്. ഒരു ബെസ്റ്റ് പ്രൈസിൽ നമുക്ക് സ്വന്തമാക്കാം. തീർച്ചയായിട്ടും. അതായത് ഒരു നോർമൽ ഒരു 19 രൂപ വണ്ടി ഇറക്കാൻ കഴിയും. തീർച്ചയായിട്ടും 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 നമുക്ക് നോക്കാം. മാക്സിമം ലോൺ എന്തായാലും കയറേണ്ടതാണ്. അതെല്ലാം കസ്റ്റമറുടെ ട്രാക്ക് പോലെയാണ് ഉണ്ടാവാന്ന് മാത്രം. നമുക്ക് മാക്സിമം ലോൺ ചെയ്യാവുന്നതാണ്. അടുത്തൊരു ചെറുവാഹനാണ് ഓൾട്ടോ അല്ല? ഓൾട്ടോ 800. എങ്ങനെയായിരുന്നു മോഡല്? 2018 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഓൾമോസ്റ്റ് 72,000 അടുത്ത് വണ്ടി റൺ ചെയ്തിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ വണ്ടിയിൽ. നമ്മൾ ചോദിക്കുന്നത് 3,10,000 നമ്മുടെ ചോദ്യം. 3,10,000. അതെ. നമുക്ക് ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റൂത്?
വണ്ടി നോർമലി പറഞ്ഞ പോലെ തന്നെ 70-80 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ കൂളായിട്ട് നമുക്ക് വണ്ടി ഇറങ്ങിയിട്ട് പോകും, ഒരു പ്രശ്നങ്ങളും ഇല്ല. പിന്നെ എല്ലാം ട്രാക്ക് അനുസരിച്ചാണ്, നമുക്ക് മാക്സിമം ലോൺ വേണമെങ്കിൽ ചെയ്യാം, പക്ഷേ കസ്റ്റമർക്ക് നല്ല ട്രാക്ക് വേണമെന്നും മാത്രമേ ഉള്ളൂ. വീണ്ടും നമുക്കൊരു 800 വരുന്നുണ്ട്. അതെ, അത് ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടിയാണ്. 2017 മോഡലാണ്. ഏകദേശം 38,000 വണ്ടി റൺ ചെയ്തിട്ടുള്ളൂ. ഈ പറഞ്ഞ പോലെ തന്നെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും നമ്മൾ നമ്മുടെ കണ്ണിൽ കണ്ടിട്ടില്ല. ഇനി ഹിസ്റ്ററിയോ കാര്യങ്ങളോ വേണമെങ്കിൽ കസ്റ്റമർക്ക് ഡയറക്റ്റ് എടുക്കാവുന്നതാണ്. LXi തന്നെയാണ് കേട്ടോ വേരിയന്റ് വരുന്നത്. AC പവർ സ്റ്റിയറിംഗ് 2 ഡോർ. അതെ, AC പവർ സ്റ്റിയറിംഗ് 2 ഡോർ പവർ വിൻഡോ ഉണ്ടായിരിക്കും. നമ്മുടെ ചോദ്യം വരുന്നത് 2,95,000 ആണ് നമ്മുടെ ചോദ്യം. കസ്റ്റമർ വരട്ടെ, നമുക്ക് സംസാരിക്കാം. മാക്സിമം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. 19 രൂപയ്ക്ക് വണ്ടി ഇറക്കാം. തീർച്ചയായിട്ടും. അതൊരു ബൊലേറോ വരുന്നുണ്ട് അല്ലേ? ബൊളറോ 2018 മോഡലാണ്. പവർ പ്ലസ് ആയിരിക്കും. പവർ പ്ലസ് ആണ് വരുന്നത്. 17 മൈലേജ് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും. സീറ്റർ ആണെങ്കിലും നല്ല മൈലേജ് കിട്ടുന്ന ഒരു എഞ്ചിനാണ്. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് ഒക്കെ വരുന്നത്? ZLX തന്നെയാണ് വരുന്നത്. 2018 സെക്കൻഡ് ഓണർഷിപ്പ്, 1,21,000 ഓടിയിട്ടുണ്ട്. പക്ഷെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ. ഗ്ലാസ്, ഡോറ് കാര്യങ്ങളൊന്നും റീപ്ലേസ്മെന്റ് ഇല്ല. വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഭയങ്കര സ്മൂത്ത് ആട്ടോ. എഞ്ചിൻ വൈസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള വണ്ടിയാണ്. കസ്റ്റമർ വന്ന് വണ്ടി ഓടിച്ച് നോക്കിയിട്ട് അവർ പറഞ്ഞോട്ടെ. എത്ര നമ്മൾ ചോദിക്കുന്നത്? നമ്മള് ബൊളറോക്ക് ചോദിക്കുന്നത് 750 നമ്മുടെ ചോദ്യം വരുന്നത്. ഏകദേശം നമുക്ക് എത്ര രൂപ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാൻ പറ്റും? നമുക്ക് നോക്കേണ്ടി വരും, ഡിപ്പെൻഡ് ഓൺ ട്രാക്ക് അനുസരിച്ചാണ്. ഒരു 80 രൂപ ഉണ്ടെങ്കിൽ വരെ നമുക്ക് വണ്ടി ഇറങ്ങും, ബുദ്ധിമുട്ടില്ല. പക്ഷെ ട്രാക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെ, നല്ല ട്രാക്ക് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ 80 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇറങ്ങി പോകും വണ്ടി. അടുത്തൊരു ചെറിയൊരു ബഡ്ജറ്റിൽ ഒരു വാഹനം നോക്കുന്നവർക്ക് ഒരു സ്വിഫ്റ്റ് ഡിസയർ ഇല്ല? അതെ, ഡിസൈർ ടൂർ ആണ് കേട്ടോ. ടൂർ ആണ് അല്ലേ? അതെ 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 അതെ. ഇത് ഡീസലാണ് വരുന്നത്. ഡീസലാണ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് കേട്ടോ. 18-20 മൈലേജ് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും. എഞ്ചിന് മെക്കാനിക്കലൊക്കെ പക്കല്ല വണ്ടി വരുന്നത്? മെക്കാനിക്കൽ വൈസ് എല്ലാം വണ്ടി ഓക്കെയാണ്, പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, പക്ക സ്മൂത്ത് ആണ് വണ്ടി. മോഡലൊക്കെ എങ്ങനെയായിരുന്നു? 2016 മോഡലാണ്, സിംഗിൾ ഓണർഷിപ്പ്, 1,10,000 വണ്ടി ഓടിയിട്ടുള്ളൂ. നമ്മുടെ ചോദ്യം വരുന്നത് 3,25,000 ആണ് കേട്ടോ. 3,25,000. അതെ. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? നോക്കേണ്ടി വരും, ട്രാക്ക് നോക്കിയിട്ട് തന്നെ നമുക്ക് പറയാം. കുഴപ്പമില്ല, നമുക്ക് നോക്കി നോക്കാം. ലോൺ മാക്സിമം ചെയ്ത് കൊടുക്കാവുന്നതാണ്. 2016 മോഡലാണ്. ഇത് നമുക്ക് വീണ്ടും ഒരു ബഡ്ജറ്റ് റേഞ്ചിലുള്ള ഒരു 7 സീറ്റർ മഹീന്ദ്ര സ്കോർപിയോ ഫുൾ ബ്ലാക്ക് CRD എഞ്ചിന്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2005 മോഡലാണ്. 210 വണ്ടി റൺ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരു 1,60 ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യത്തിൽ കൊണ്ടുപോകാം. 1,60,000. അതെ, വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. അതായത് എഞ്ചിൻ വൈസിൽ മെക്കാനിക്കൽ വൈസിൽ മേജർ ആയിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ കണ്ടിട്ടില്ല. വേണമെങ്കിൽ കസ്റ്റമർക്ക് വേണമെങ്കിൽ മെക്കാനിക്കിനെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്യിപ്പിക്കാം, ഒരു കുഴപ്പമില്ല. 1,50,000 രൂപ അല്ലേ? അതെ, 1,00,000 രൂപയ്ക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കൊണ്ടുപോവാം. അടുത്തൊരു നല്ല മൈലേജും കുറഞ്ഞ മെയിൻ്റെനൻസും നോക്കുന്ന നല്ലൊരു അടിപൊളി ഫാമിലി കാറാണ് ഹോണ്ട അമേസ് അല്ലെ? ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം ഉണ്ട്. നല്ല അത്യാവശ്യം നല്ല കംഫർട്ടായിട്ട് നമുക്ക് യാത്ര ചെയ്യാം. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2018 മോഡൽ, സിംഗിൾ ഓണർഷിപ്പ്, 60,000 കിലോമീറ്റർ വണ്ടി ആകെ ടോട്ടലി റൺ ചെയ്തിട്ടുള്ളൂ. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ വണ്ടിയിൽ. നമ്മുടെ ചോദ്യം വരുന്നത് 5,85 ആണ്. നമുക്ക് സംസാരിക്കാവുന്നതാണ്. നമുക്ക് ഏകദേശം 10,000 രൂപ വണ്ടി ഇറക്കാം. തീർച്ചയായിട്ടും. ലോണും മാക്സിമം കയറുന്നതാണ്, ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും വരുന്നില്ല. അതെ. അടുത്തൊരു ഫ്ലൂയിഡിക് i20 ആണ്. ഇത് ഡീസൽ ആണോ പെട്രോൾ ആണോ വരുന്നത്? ഇത് പെട്രോൾ ആണ് വരുന്നത്. ഒരു 15 മൈലേജ് പ്രതീക്ഷിക്കാം അല്ലെ? നോർമലി നമുക്ക് ലോങ്ങിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇതെങ്ങനെയായിരുന്നു? ഇത് 2013 മോഡൽ, സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് കേട്ടോ. ആകെ 75,000 കിലോമീറ്റർ അടുത്ത വണ്ടി ആകെ റൺ ചെയ്തിട്ടുള്ളൂ. ഈ പറഞ്ഞ പോലെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ വണ്ടിയിൽ. നമ്മൾ ചോദിക്കുന്നത് വണ്ടിക്ക് എഞ്ചിന് മെക്കാനിക്കലി ഫിറ്റ് ആണ്. അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ നല്ല സ്പേഷ്യസ് ആണ് വണ്ടിയില്ല? അതെ 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 അതെ. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നമ്മൾ ചോദിക്കുന്നത് 3 ലക്ഷമാണ് നമ്മുടെ ചോദിക്കുന്നത്. നമുക്ക് സംസാരിക്കാം. ഏകദേശം 19 രൂപയ്ക്ക് വണ്ടി ഇറക്കാം. ട്രാക്ക് 2013 മോഡലാണ്. നമുക്ക് ലോൺ ഏകദേശം ഒരു 70% അടുത്തേക്ക് മാക്സിമം നമുക്ക് തീർച്ചയായിട്ടും വണ്ടി ഇറക്കി പോവാം. വീണ്ടും നമുക്കൊരു i20 ആണ്. നേരത്തെ നമുക്ക് ഫ്ലൂയിഡിക് ആയിരുന്നെങ്കിൽ ഇത് എലൈറ്റ് i20. നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. തിരൂരങ്ങാട് രജിസ്ട്രേഷൻ കാര്യങ്ങളാണ് വരുന്നത്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2016 മോഡലാണ് i20 വരുന്നത്. സ്പോർട്സ് വേരിയന്റ് വരുന്നതാണ്. CRDA എഞ്ചിൻ വരുന്ന വണ്ടി. അലോയ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അതെ, സിംഗിൾ ഓണർഷിപ്പ് വണ്ടി തന്നെയാണ് കേട്ടോ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഏകദേശം 1,05,000 വണ്ടി റൺ ചെയ്തിട്ടുണ്ട്. മേജർ ആയിട്ടുള്ള റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും വണ്ടിയിൽ വന്നിട്ടില്ല. വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് കേട്ടോ. ഫാമിലി യൂസ്ഡ് വണ്ടി തന്നെയാണ്. സിംഗിൾ ഓണർ വണ്ടി, സിംഗിൾ ഓണർഷിപ്പ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഹിസ്റ്ററി നമുക്ക് എടുത്തു കൊടുക്കാം. കസ്റ്റമർ വരുവാണെന്നുണ്ടെങ്കിൽ കസ്റ്റമർക്ക് ഡയറക്റ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് എടുക്കാം. നോ ഇഷ്യൂസ്. എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നത്? നമ്മൾ 5,30,000 നമ്മൾ ചോദിക്കുന്നത് വണ്ടിയിൽ. 10-60 രൂപയ്ക്ക് വണ്ടി ഇറക്കാം. എങ്ങനെയായിരുന്നു? 10-60 രൂപ വണ്ടി ഇറക്കാൻ പറ്റുമോ?
വണ്ടി നമുക്ക് 2016 മോഡലല്ലേ, ഏകദേശം ഒരു 60-70 രൂപ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം, സുഖമായിട്ട് വണ്ടി കുഴപ്പമില്ല. ഇറക്കാം. അതെ. അടുത്ത തവണ വീണ്ടും നല്ല സ്പേഷ്യസ്, അതേപോലെ തന്നെ നല്ല കംഫർട്ട്, കുറഞ്ഞ മെയിൻ്റനൻസ് ഒക്കെ നോക്കുന്ന ഒരു നല്ല അടിപൊളി വാഹനമാണ് ഹോണ്ട ജാസ്. ഒരു ഹാച്ച് ബാക്ക് ആണെങ്കിൽ ഒരു സെഡാനിന്റെ അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും കിട്ടുന്ന ഒരു വണ്ടി, അതും CVT ഓട്ടോമാറ്റിക്. ഇതും KL 65 തിരുരങ്ങാട് രജിസ്ട്രേഷൻ കാര്യങ്ങൾ, കമ്പനി അലോയ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇത് പെട്രോൾ ആണ്, ഏകദേശം ഒരു ലോങ്ങിൽ ഒരു 15-16 മൈലേജ് പ്രതീക്ഷിക്കാം. CVT ഓട്ടോമാറ്റിക്, ക്രൂസ് കൺട്രോൾ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്? 2019 മോഡലാണ് വണ്ടി വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. VX വരുന്ന CVT ആണ്, ഓട്ടോമാറ്റിക് ആണ് കേട്ടോ. CVT എഞ്ചിൻ വരുന്ന വണ്ടിയാണ്. പാഡൽ ഷിഫ്റ്റ് കാര്യങ്ങളെല്ലാം വണ്ടിയിൽ വരുന്നുണ്ട്. വണ്ടി റൺ ചെയ്തിട്ടുള്ളത് ഏകദേശം 78,000 കിലോമീറ്ററിന് അടുത്ത് വണ്ടി റൺ ചെയ്തിട്ടുണ്ട്. നമ്മൾ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 7,30,000 വിത്ത് നമ്മുടെ 2 വർഷത്തേക്കുള്ള വാറണ്ടി, 1 ഇയർ റോഡ് സൈഡ് അസിസ്റ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് വാറണ്ടിയിലുള്ള ഒരു വാഹനമാണ്. അതെ, 2 വർഷം വരെ നമുക്ക് വാറണ്ടി അവൈലബിൾ ആണ്. CVT ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. നമുക്ക് ഏകദേശം എത്ര ഡൗൺ പേയ്മെന്റിലേക്ക് വണ്ടി ഇറക്കാൻ പറ്റും? 2019 മോഡലല്ലേ, നല്ല ട്രാക്ക് ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ 70-80 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ വണ്ടി സുഖമായിട്ട് ഇറങ്ങിപ്പോകും. അടുത്ത നമുക്കൊരു സ്വിഫ്റ്റ് ആണ്, അതും റെഡില് ന്യൂ മോഡല്, 56 കൊയിലാണ്ടി രജിസ്ട്രേഷൻ കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വാഹനമാണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2018 മോഡൽ VX ആണ്. സിംഗിൾ ഓണർഷിപ്പ്, ആകെ 51,000 കിലോമീറ്റർ വണ്ടി റൺ ചെയ്തിട്ടുള്ളൂ. നമ്മൾ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 5,90,000 ആണ് നമ്മുടെ ചോദ്യം വരുന്നത്. ഓക്കെ, നമുക്ക് ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? പറഞ്ഞതുപോലെ തന്നെ നമുക്കൊരു 2018 മോഡലല്ലേ, ലോൺ മാക്സിമം നമുക്ക് കയറും. കസ്റ്റമറുടെ പ്രിഫറൻസ് അനുസരിച്ച്, അവരുടെ ട്രാക്ക് അനുസരിച്ചിരിക്കും ലോൺ ഉണ്ടാവാം. ബാക്കി എഞ്ചിന് മെക്കാനിക്കലൊക്കെ ഫിറ്റ്, നമുക്ക് മെക്കാനിക്കൽ എല്ലാം ഓക്കെ ആണ്. നമുക്ക് എന്തായാലും വാറണ്ടിയുടെ ആയിട്ടുള്ള വണ്ടിയാണ്. ഇതിനടുത്ത് വീണ്ടും ഒരു സബോമീറ്റർ SUV ഡുവൽ ടൂണിൽ വരുന്ന ടാറ്റ പഞ്ച്, അത് നമ്മള് കാലിക്കറ്റ് രജിസ്ട്രേഷൻ കാര്യങ്ങൾ. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2022 മോഡൽ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ആകെ 18,000 കിലോമീറ്ററിന് അടുത്തായിട്ട് വണ്ടി റൺ ചെയ്യുന്നുള്ളൂ. ഓക്കെ, പറഞ്ഞ പോലെ നമ്മുടെ വാറണ്ടി, 2 വർഷത്തെ വാറണ്ടി, 1 ഇയർ റോഡ് സൈഡ് അസിസ്റ്റ് എല്ലാം ഇൻക്ലൂഡ് ആയിട്ട് വരുന്ന വണ്ടിയാണ്. മേജർ ആയിട്ടുള്ള റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഹിസ്റ്ററി വേണമെങ്കിൽ കസ്റ്റമർക്ക് എടുക്കാവുന്നതാണ്. പെട്രോൾ വേരിയന്റ് ആണ് വരുന്നത്. പെട്രോൾ വേരിയന്റ് ആണ്. ക്രിയേറ്റീവ് ഫുൾ ഓപ്ഷൻ വരുന്ന വണ്ടിയാണ്. ഡുവൽ ടോണിൽ വരുന്ന വണ്ടിയാണ്. നമുക്ക് ഏകദേശം എത്ര മൈലേജ് ഒക്കെ പ്രതീക്ഷിക്കാം? നമുക്ക് ഡിപ്പെൻഡ് ഓൺ ഡ്രൈവ് ആണ്. അതായത് നമ്മുടെ സിറ്റികളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ പോയി കഴിഞ്ഞാലും ഒരു 13 മുതൽ ഒരു 16 വരെയാണ് നമ്മൾ നോർമലി പറയാറ്. ബാക്കിയെല്ലാം അതിൽ കൂടുതൽ കിട്ടുന്ന ആളുകളുണ്ട്. ഡിപ്പെൻഡ് ഓൺ ഡ്രൈവ് ആണ്. ഇത് നമുക്ക് ഏകദേശം എത്രയാണ് ചോദിക്കുന്നത്? ഇത് നമുക്ക് വരുന്നത് 6,90,000 ആയിരുന്നു നമ്മുടെ പ്രൈസ് വരുന്നത്. ഏകദേശം എത്ര ഡൗൺ പേയ്മെന്റ് ഒക്കെ വണ്ടി ഇറക്കാം? 2022 മോഡലാണ്. മാക്സിമം ലോൺ എന്തായാലും നമുക്ക് കയറുന്നതാണ്. ട്രാക്ക് ഉണ്ടെങ്കിൽ 0 ഡൗൺ പേയ്മെന്റ്. തീർച്ചയായിട്ടും ഡിപ്പെൻഡ് ഓൺ നല്ല ട്രാക്ക് പ്രീ അപ്രൂവ്ഡ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ലോൺ കയറുന്നതാണ്. അതിന്റെ ഒരു കുഞ്ഞൻ വാഹനമാണ് ടാറ്റ ടിയാഗോ, കൊടുവള്ളി രജിസ്ട്രേഷൻ, ഓട്ടോമാറ്റിക് ആണ് കേട്ടോ. ഓട്ടോമാറ്റിക് ആണ് അല്ലേ? അതെ. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2021 മോഡലാണ്. ഏകദേശം 25,000 കിലോമീറ്റർ വണ്ടി റൺ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചോദ്യം വരുന്നത് 6 ലക്ഷമാണ്. XA+ തന്നെയാണ്. ഫുൾ ഓപ്ഷൻ വരുന്ന വണ്ടിയാണ് കേട്ടോ. അലോയ് വീൽസ്, റെയർ ക്യാമറ, വൈപ്പർ, റെയർ വൈപ്പർ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ആയിട്ട് വരുന്ന വണ്ടിയാണ്. അതെ 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 അതെ. ന്യൂ ഷേപ്പിൽ തന്നെ ഇറങ്ങിയിട്ടുള്ളതാണ്. ഗ്രില്ല് മാറിയിട്ട് ഇറങ്ങിയിട്ടുള്ള വണ്ടിയാണ്. എത്ര നമ്മൾ ചോദിക്കുന്നതിന്? നമ്മൾ ടിയാഗോക്ക് നമ്മൾ ആസ്ക് ചെയ്യുന്നത് 5,90,000 ആണ് ചോദിക്കുന്നത്. ഏകദേശം നമുക്ക് എത്ര ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാൻ പറ്റും? ഈ പറഞ്ഞതുപോലെ തന്നെ 70,000-80,000 ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും വണ്ടി ഇറങ്ങി പോകുന്നതാണ്. ഇലക്ട്രിക് വാഹനം നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ ആണ്. നമ്മൾ നെക്സോണിന്റെ ഒരു EV വന്നിട്ടുണ്ട്. അത് നല്ല കിഡ്ലം ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? നെക്സോൺ 2021 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഏകദേശം 54,000 കിലോമീറ്റർ വണ്ടി റൺ ചെയ്തിട്ടുള്ളൂ. XA+ തന്നെയാണ് കേട്ടോ. പ്രൈം വരുന്ന വണ്ടിയാണ്. അതായത് 350 കിലോമീറ്റർ റേഞ്ചിൽ വരുന്ന വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല. നമുക്ക് എങ്ങനെ പോയാലും ഏകദേശം ഒരു 230 അടുത്തേക്കൊക്കെ ആയിട്ട് നമുക്ക് റേഞ്ച് എന്തായാലും പ്രതീക്ഷിക്കാവുന്നതാണ്. അതെ അതെ അതെ. അതിന് ഏറ്റവും കൂടുതൽ മൈലേജ് കിട്ടുന്ന മോഡലാണ് അല്ലേ? മൈലേജ് കിട്ടുന്ന മോഡലാണ്. നമുക്ക് എത്രയാണ്? എങ്ങനെയായിരുന്നു നമ്മൾ ചോദിക്കുന്നത്? 11 ലക്ഷമാണ് നമ്മുടെ ചോദ്യം വരുന്നത്. നമുക്ക് എന്തെങ്കിലും ചെറിയൊരു ഡിസ്കൗണ്ട് കസ്റ്റമർ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്തു കൊടുക്കാം. ലോൺ സൗകര്യം ഉണ്ടാവും അതിന്? ലോൺ നമുക്ക് നോക്കാം കസ്റ്റമർ. അതായത് എല്ലാ ബാങ്കുകളും EV ചെയ്യുന്നില്ല. അപ്പം ICICI പോലുള്ള ബാങ്കുകളാണ് EV ചെയ്യുന്നത്. കസ്റ്റമർ എന്തായാലും വരട്ടെ, നമുക്ക് നോക്കി നോക്കാം. അടുത്ത തവണ ഇനി ഒരു സബോമീറ്റർ SUV വെന്യൂ, അത് നമുക്ക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു കിഡ്ലം വാഹനം. IMT ഗിയർ ബോക്സ് വരുന്ന വണ്ടിയാണ്. ക്ലച്ച്ലെസ് ആയിട്ടുള്ള വണ്ടിയാണ്. അതായത് നമുക്ക് ലേഡീസിനും പറ്റും. ഗിയർ ഉണ്ടാവും, പക്ഷെ നമുക്ക് ക്ലച്ച് കാര്യങ്ങളൊന്നും വരുന്നില്ല. നല്ല കംഫർട്ട് ആയിട്ട് നമുക്ക് മാനുവല് ഇഷ്ടമാണ്. എന്നാൽ നമുക്ക് ക്ലച്ചിന്റെ പ്രശ്നങ്ങളില്ലാതെ കംഫർട്ട് ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റാവുന്ന വണ്ടിയാണ്. അതെ. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2022 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്.
ആകെ 16,000 കിലോമീറ്ററിന് അടുത്ത് വണ്ടി റൺ ചെയ്തിട്ടുള്ളൂ. പക്കാ ലോ കിലോമീറ്റർ ആണ് അല്ലെ? അതെ 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 അതെ. ക്രൂസ് കൺട്രോൾ കാര്യങ്ങൾ പിന്നെ പ്ലസ് ടർബോ കൂടിയാണ് അല്ലെ? അതെ, 1 ലിറ്റർ ടർബോ വരുന്ന വണ്ടിയാണ്. SX പ്ലസ് തന്നെ വരുന്നത്. നല്ല മൈലേജ് എല്ലാം ഉണ്ടാവും. അതും 16,000 കിലോമീറ്റർ. നമ്മൾ എത്ര ഇതിന് ചോദിക്കുന്നത്? നമ്മൾ 10,15,000 ആണ് ചോദിക്കുന്നത്. ഫുൾ ഓപ്ഷൻ ഡൗൺ പേയ്മെന്റിലൊക്കെ വണ്ടി ഇറക്കാൻ പറ്റും. 1 ലക്ഷം രൂപയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറങ്ങുന്നതാണ്. അതെ, ഡിപ്പെൻഡ് ഓൺ കസ്റ്റമറുടെ ട്രാക്ക്. അപ്പൊ നമ്മളിന്ന് ഇതോടെ പുതിയൊരു ഷോറൂമിലായിരുന്നു, ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പൊ ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് കാലിക്കറ്റ് ഫറൂഖിനും രാമനാട്ടുകർക്കും ഇടയിലായിട്ട് ചുങ്കത്താണ് ഈ ഒരു ഷോറൂം നമുക്ക് കാർ ആൻഡ് ബൈക്ക് സെലക്ട് സ്ഥിതി ചെയ്യുന്നത്. കൂടെ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുണ്ടായിരുന്നു ശരത്തായിരുന്നു. ഈ ഒരു ഓണത്തിന് നമ്മൾ ഒരു വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്നത് നല്ല വാറണ്ടിയിൽ ചെറിയ കിലോമീറ്റർ കൂടിയ നല്ല അടിപൊളി കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ വാഹനവും നമ്മൾ എടുത്തിട്ടില്ല, ഓരോ സെഗ്മെന്റിലും വാഹനങ്ങൾ മാത്രമാണ് നമ്മൾ വീഡിയോയുടെ ലെങ്ത് പരിഗണിച്ചിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത്. സോ നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതൊരു വാഹനമാണെങ്കിലും നിങ്ങൾക്ക് സെലക്ട് നിങ്ങൾക്ക് ഇവിടെ കോൺടാക്ട് ചെയ്യാം. നമുക്ക് അത്രയും വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻസ് സ്റ്റോക്കുകൾ നമുക്ക് വരെ മഹീന്ദ്ര അടുത്ത് അവൈലബിൾ ആണ്. അത് നമുക്ക് വാറണ്ടിയിൽ. സോ ഈ വീഡിയോ നിങ്ങളെ മാക്സിമം ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശം തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം. പുതിയൊരു വീഡിയോ വരുന്നവരെ വീണ്ടും കാണാം. റിയാസ് ആൻഡ് ശരത് സൈനിങ്.